സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ബദരീങ്ങളെ സ്മരിക്കുന്ന, അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്ന ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാവർക്കും റഹ്മത്തും മഗ്ഫിറത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ യാസീൻ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ട, വിശിഷ്യ നമ്മുടെ ഈ മഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ബർസഖിയ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നാളെ നമ്മൾ മരണപ്പെടുമ്പോൾ നല്ല നിലക്ക് മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങളുടെ പേരുകൾ പറയപ്പെട്ട മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന മകളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു വളരെയധികം ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെ പേരുകൾ പറഞ്ഞ് അവരെ തവസ്സുലാക്കി ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ മജ്ലിസുൻ നൂറിൽ അവരുടെ പേരുകൾ, കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ പ്രാർത്ഥനകളാണ്. നമ്മുടെ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. അത്തരം ഇടയിൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. ബദരീങ്ങൾ എന്ന് പറയുന്നവർ എപ്പോഴും നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു വിഭാഗമാണ്. ഒരർത്ഥത്തിൽ നമ്മൾ അവരെ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനാണെങ്കിലും അവരെ അല്ലാതെ തന്നെ സ്മരിക്കപ്പെടേണ്ടവരാണവർ. നമ്മുടെ മജ്ലിസുൻ നൂർ 10 കൊല്ലത്തിലേറെയായി കേരളത്തിൽ ഇങ്ങനെ വ്യാപകമായിട്ട്. അതോടുകൂടെ വല്ലാതെ ബദരീങ്ങളെ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നാടുകളും മഹാന്മാരായ ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മുസ്ലിമിന്റെ ആവേശമാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ, അവരെ സ്മരിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും ഏത് പ്രതികൂല പ്രതിസന്ധികളിലും മുന്നോട്ട് പോകാൻ നമുക്ക് ഉള്ള ഊർജം എന്ന് പറയുന്നത് ബദരീങ്ങളാണ്. അവരുടെ ജീവിതം ഒന്ന് പഠിച്ചാൽ വേണ്ട, ആ ബദർ യുദ്ധത്തിന്റെ ആ ദിവസം അവർ ചെയ്ത ഒരു ത്യാഗം മാത്രം പഠിച്ചാൽ ഒരു മുസ്ലിമിന് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏത് പ്രതിസന്ധിയെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്രക്കും കഠിനമായി ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണവർ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ സ്മരിക്കപ്പെടുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ബദരീങ്ങളെ എന്തുകൊണ്ട് സ്മരിക്കപ്പെടുന്നു? പിൽക്കാലത്ത് ബദരീങ്ങളിൽപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്നൊരു പിഴവ് സംഭവിച്ചപ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹം ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്. അള്ളാഹു ചെയ്തു പോയ തെറ്റും ഇനി വരാനിരിക്കുന്ന തെറ്റും പുറത്തു കൊടുക്കാൻ സാധ്യതയുള്ളവരാണ്, അതുകൊണ്ട് വിട്ടേക്കണം എന്നാണ് പറഞ്ഞത്. എന്തായിരിക്കും ബദരീങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം ഉണ്ടാവാൻ കാരണം? സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതരാണ്. അവരിൽപ്പെട്ട ഈ ബദരീങ്ങൾ 313 314 പേർ, എന്തായിരിക്കും അവർ ചെയ്ത ത്യാഗം? അവർ അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന സമ്പത്ത് ദീനിനു വേണ്ടി സമർപ്പിച്ചതാണോ? അതല്ല യുദ്ധത്തിൽ പങ്കെടുത്ത് അവരെല്ലാവരും ഷഹീദായി പോയോ? എന്താണ് അവർ ചെയ്ത സുഹൃതം? ബദർ യുദ്ധത്തിൽ 14 പേർ മാത്രമാണ് ഷഹീദായത്. 313 പേരല്ല, 14 പേർ മാത്രമാണ് ഷഹീദായത്. പക്ഷേ ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് 313 ആളുകളെ സംബന്ധിച്ച്. എങ്ങനെ ഇവർക്ക് ഈ ഒരു മഹത്വം ഉണ്ടായി? അവർ എന്താണ് ദീനിനു വേണ്ടി ചെയ്തത്? എന്താണ് കൊടുത്തത്? അതില് യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരു പരിക്കും പറ്റാതെ തിരിച്ചു പോന്നവരുണ്ടാവും. പക്ഷെ അവരും ബദരിയാണ്.
ബദരീങ്ങൾ എന്നവരിൽ അവരും പെട്ടു. അപ്പൊ എന്താണ് അവർ ചെയ്തത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ അവരുടെ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി, മരിക്കാൻ തയ്യാറായി എന്നതാണ്. യുദ്ധത്തിന് പോയാൽ മരണാണല്ലോ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഷഹീദാവാൻ 14 ആളുകൾക്കേ കഴിഞ്ഞുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ള മനസ്സാൽ ഒരുങ്ങിയിരുന്നു, ഷഹീദാവാൻ തയ്യാറാണ്. യുദ്ധത്തിൽ ഒന്നിരിക്കൽ ജയിക്കണം, അല്ലെങ്കിൽ ഷഹീദായി മരിച്ച് സ്വർഗം കിട്ടണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പോ അള്ളാഹുവിന്റെ ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ, ബദറിൽ പോയി വിജയിച്ച് തിരിച്ചു വരുമ്പോ ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും അവർക്കില്ല, ദുന്യവിയായ ഒരു ലക്ഷ്യമല്ല. ഒന്നിരിക്കൽ ഈ ദീനിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ പിന്നെ ഷഹീദായി മരിക്കണം. പക്ഷേ മരണം മുന്നിൽ കണ്ടാണല്ലോ ആരും യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. വീട്ടില് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, പല രീതിയിലുള്ള കച്ചവടവും ബിസിനസ്സും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരാണ്. അതൊന്നും പൂർത്തിയാക്കാനോ അതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നേരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ നേരെ അതിനു വേണ്ടി ഒരുങ്ങി പോവുകയാണ്. ഇവിടെ ജീവൻ തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി എന്നർത്ഥം. ഈ സമർപ്പണമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും വിലയുള്ള ഒരു കാര്യം. നമ്മുടെ സമർപ്പണമാണ്. മനസ്സാൽ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതും അതായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞ പണിക്ക് ഒരുക്കമാണോ, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരുക്കമാണോ, തയ്യാറാണോ? ഇതാണ് അള്ളാഹു നോക്കുന്നത്. കാലങ്ങളോളം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുട്ടിയെ അറുക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയില്ലാതെ അള്ളാഹു പറഞ്ഞതല്ലേ, ഞാൻ റെഡിയാണ്. ഇതാണ് അള്ളാഹുവിന് വേണ്ടത്. നമ്മളിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടത് ഈ സമർപ്പണമാണ്. അള്ളാഹു എന്ത് ചോദിക്കുന്നോ അത് കൊടുക്കാനുള്ള മാനസിക വിശാലത. സമ്പത്ത് ചോദിച്ചപ്പോൾ സഹാബത്ത് വാരി കോരി കൊടുത്തു. അതുപോലെ അവരോട് അവരുടെ ജീവൻ ചോദിച്ചപ്പോൾ ആ റൂഹ് കയ്യിൽ പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് അവർ പോയി. എന്ത് ചോദിച്ചാലും അത് കൊടുക്കാൻ തയ്യാർ. ഇന്നതെന്നില്ല. നമ്മളൊക്കെ സമ്പത്തുകൊണ്ട് സഹകരിക്കും, പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് എനിക്ക് വേറെയും പണിയുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട് എന്നായിരിക്കും നമ്മൾ പറയാം നമ്മളെ യുദ്ധത്തിന് വിളിച്ചാൽ. അപ്പൊ ഈ സന്നദ്ധതയാണ് ഒരു മുസ്ലിമിന് വേണ്ടത്. പരിപൂർണമായി അള്ളാഹുവിന്റെ മുമ്പിൽ വഴങ്ങുക, അള്ളാഹുവിന്റെ മുമ്പിൽ പരമവിധേയനായിരിക്കുക. ഇതാണ് ഒരു മുസ്ലിമിന് വേണ്ടത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ അച്ചടക്കം. അള്ളാഹും റസൂലും എന്ത് പറയുന്നോ അതാണ് എനിക്ക് വേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ വളരേണ്ടത്, നമ്മളെ മക്കളെ വളർത്തേണ്ടത്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞതാണെങ്കിൽ വാപ്പ ഞാൻ ക്ഷമിക്കാം, നിങ്ങൾക്ക് അറുക്കാം. ഈ സമർപ്പണം, അർപ്പണബോധം, ഇതാണ് ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഇതാണ് അള്ളാഹുവിന് വേണ്ടത്. അതുകൊണ്ടാണ് ബദരീങ്ങളെ നമ്മൾ കാലങ്ങൾ 1400 കൊല്ലം കഴിഞ്ഞിട്ടും സ്മരിക്കാനുള്ള കാരണം. അവർ പരിപൂർണമായി അർപ്പണ മനസ്സുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് അവർ നമുക്ക് മാതൃകയാണ്. നമ്മുടെ സമ്പത്ത് അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. നമ്മുടെ ശരീരം അഥവാ നമ്മുടെ ആരോഗ്യം അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. നമ്മുടെ മക്കൾ അത് നമ്മളെ ദീനിന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ഉപകരിക്കുന്ന മക്കളായിരിക്കണം. പരിപൂർണമായി മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ വണങ്ങുന്നവൻ, വഴങ്ങുന്നവനാണ്, അനുസരണവൻ. ആരെയാണ് അനുസരിക്കേണ്ടത്? അള്ളാഹുവിനെയും റസൂലിനെയും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരായിരിക്കണം മുസ്ലിമീങ്ങൾ. ഈ അനുസരണ മനസ്സ് നമുക്കൊക്കെ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ,
ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുമ്പിൽ കൊടുന്നു വെച്ച ഭക്ഷണം കഴിക്കാനാവാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. കഴിച്ച ഭക്ഷണം ദഹിക്കാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന എത്രയോ ആളുകളുടെ സംഭവം നമുക്കറിയാം. ഇരുന്ന ഇരിപ്പിൽ നിന്ന് അവിടെ ഇരുന്ന് മരിച്ചുപോയി. പിന്നീട് ആളുകൾ വന്ന് ഉയർത്തി എഴുന്നേറ്റ് കൊണ്ടുപോയ സംഭവങ്ങൾ നമുക്കറിയാം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് മരണം വരാം, യാത്ര പോകേണ്ടി വരും. മുമ്പിൽ കൊടുന്നു വെച്ച ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മരണം വരാം, യാത്ര പോകേണ്ടി വരും. ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് മരണം വരാം, യാത്ര പോകേണ്ടി വരും. ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുന്നതിന് മുമ്പ് മരണം വരാം, കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ട് പ്രതീക്ഷിക്കാതെ വരുന്ന ഈ ഒരു അതിഥിക്ക് വേണ്ടി ഒരുങ്ങേണ്ടതല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രതീക്ഷിക്കാതെ വരുന്ന ഈ ഒരു അതിഥിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണ്ടേ? ഒരുക്കങ്ങൾ എപ്പോഴും പൂർത്തിയാക്കി നമ്മൾ റെഡിയായി നിൽക്കണ്ടേ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുക്കം എപ്പോഴും പൂർത്തിയായിരിക്കണം. ഒരു യാത്രയുണ്ട്, സമയം എപ്പോഴാന്നറിയില്ല, എപ്പോഴും വിളി വരാം, നമ്മൾ റെഡിയായി നിൽക്കും. പ്രസവമുണ്ട്, അപ്പോ എപ്പോഴാന്നറിയില്ല, എപ്പോഴാ വേദന വരികയെന്നറിയില്ല, അപ്പൊ റെഡിയായി നിൽക്കും. പെട്ടിയും സാധനങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി നമ്മൾ വെക്കും. ആ ഒരുക്കം മരണത്തിന് നമുക്ക് വേണം. എപ്പോഴും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ, ഇത് കഴിഞ്ഞ് പോകണ്ട്. എപ്പോഴും വിളി വരാം. ആ വിളിക്ക് മുമ്പ് അപ്പോ ഒരുങ്ങാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുക്കം നേരത്തെ നമ്മൾ നടത്തണം. മഹാനായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ നവർ അല്ലാഹു മർഖദ, അവര് രോഗശയ്യയിലായി കിടക്കുന്ന സമയത്ത് പല ആളുകളും ഇങ്ങനെ കാണാൻ വരുമ്പോ എപ്പോഴും പറയും, എനിക്ക് വല്ലാത്ത പേടിയാണ്, എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്തിനെ പേടി? മരണത്തെയാണ് പേടി. ഡോക്ടർ വന്ന് ചോദിച്ചപ്പോഴും ഡോക്ടറോടും പറഞ്ഞു എനിക്ക് പേടിയാണ്. എന്തിനെ പേടി? മരണത്തെ. അവരെ കാണാൻ പോകുന്ന ശിഷ്യന്മാർ പലതവണ ആശ്വസിപ്പിച്ചു. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശിഷ്യന്മാർ, ഒരു ദർസ് നടത്തുന്നവരുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നു, ദീന് പഠിപ്പിക്കുന്നു, ശരീഅത്ത് പഠിപ്പിക്കുന്നു, ജനങ്ങൾക്ക് ഇർഷാദ് വഅദ് നസീഹത്തൊക്കെ നടത്തുന്ന എത്രയോ ശിഷ്യന്മാർ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്ക് പേടിയാണ്. കാരണം ഇവിടെ എനിക്ക് എന്ത് ചെയ്തു തരാനോ ആളുണ്ട്. ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ, മഹ്ശറിൽ എൻ്റെ കാര്യം ഞാൻ നോക്കണ്ടേ, സിറാത്തിൽ എൻ്റെ കാര്യം ഞാൻ നോക്കണ്ടേ, അവിടെയൊക്കെ ഞാൻ ഒറ്റക്കാണല്ലോ. അതുകൊണ്ട് എനിക്ക് പേടിയാണെന്ന് മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, എപ്പോഴും പറയാറുണ്ട് പേടിയാണ്. ശരിയാണ്. ചിന്തിച്ചു നോക്കൂ, നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ ആളുണ്ട്. നമ്മളെ കറണ്ട്, വീട്ടിലുള്ള കറണ്ട് തകരാറ് വന്നാൽ ശരിയാക്കി തരാൻ ആളുണ്ട്. ഇനി വീട്ടിൽ അപകടം പറ്റിയാൽ അത് ശരിയാക്കി തരാൻ ആളുണ്ട്. ഒരു യാത്ര, അതിന് ടിക്കറ്റ് എടുത്ത് തരാൻ ആളുണ്ട്. വണ്ടിയേറ്റ് വരാൻ, ഏത് കാര്യത്തിനും ആളുണ്ട്. നമുക്ക് പ്രായമായാൽ കുപ്പായ ഇട്ട് തരാനും തുണി എടുത്തു തരാനും മക്കളുണ്ട്, കുട്ടികളുണ്ട്. ഭക്ഷണം മാറി തരാൻ ആളുണ്ട്. എല്ലാത്തിനും ആളുണ്ട്. ഖബറിൽ ആരാണുള്ളത്? അവിടെ നമ്മൾ എങ്ങനെ കഴിയും? അവിടെ ഒരു സഹായത്തിന് ഒരാളുണ്ടാവോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ പറഞ്ഞതാണ് എൻ്റെ യാഥാർത്ഥ്യം, പേടിയാണ്. ആലോചിക്കുമ്പോൾ സത്യത്തിൽ പേടി തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതമൊക്കെ നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. മരണത്തിനു വേണ്ടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ
നമ്മളൊക്കെ എപ്പോഴും ഒരുങ്ങണം. ദുനിയാവിന് വേണ്ടി നമ്മുടെ ഈ ലോകത്തെ കാര്യങ്ങൾ, കച്ചവടം, നമ്മുടെ ഏർപ്പാടുകൾ, ഇതൊക്കെ റാഹത്തായി നമ്മൾ ചെയ്യുന്നതോടൊപ്പം മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങുന്ന ഒരു പ്രകൃതം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. എപ്പോഴാണ് വിളി വരിക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഒരു രോഗം വന്ന് പെട്ടെന്ന് നമ്മള് അവസ്ഥ മാറി ആരോഗ്യാവസ്ഥയൊക്കെ നഷ്ടപ്പെട്ട് നമ്മളെ കാര്യം കഷ്ടത്തിലായി പോവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ഒരുക്കം നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആലിമാണ്. അവരെ സംബന്ധിച്ച് പറയുന്നത് പേടിച്ച് വിറച്ചുള്ള ജീവിതമായിരുന്നു എന്നാണ്. പേടിച്ച് വിറച്ചുള്ള ജീവിതം, മരണം വരെ പെരും പേടി. നമുക്ക് ആരെ പേടിയുള്ളത്? നമുക്ക് ദുന്യാവിലും ആരെയും പേടില്ല, നമ്മളെ മരണത്തെയും പേടിയില്ലാത്ത മാതിരി നമ്മളെ നടത്തം. മഹാനായ സുഫിയാനു സൗരി അല്ലാഹുവിന് പേടിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു. പെരും പേടി. ഈ പേടി എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിന് പിന്നെ സുഖമൊന്നും ഉണ്ടാവില്ല, അസ്വസ്ഥതയാണ്, സമാധാനക്കുറവാണ്. മഹാനായ സുഫിയാനു സൗരി അല്ലാഹുവിന് പേടിച്ച് ജീവിച്ചു. മരണം പേടി, ഖബറ് പേടി, മഹ്ശർ പേടി, ഇങ്ങനെ പേടിച്ച് 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 ജീവിച്ചു. പേടിച്ചുള്ള ജീവിതം അത് ആവശ്യമാണ്. സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട സഹാബികൾ സ്വർഗം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ഞമ്മക്കാണെങ്കിൽ എന്താക്കരവസ്ഥ? എന്നാൽ സഹാബത്തിന് പിന്നെ പേടിയായിരുന്നു. പഠിച്ചോനെ, അത് നഷ്ടപ്പെടുമോ? അള്ളാഹു തന്ന ഈ വാഗ്ദാനം നഷ്ടപ്പെടും എന്നുള്ള ബേജാറ്, വല്ലാത്ത ബേജാറ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, പഠിച്ചോനെ, ഞാൻ മുനാഫിഖായിട്ടാവോ? ഈ ലോകത്തുള്ള സകല സൃഷ്ടികളുടെയും ഈമാനും അബൂബക്കർ തങ്ങളുടെ ഈമാനും അത് താരതമ്യം ചെയ്ത് നോക്കിയാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാണ് കനം കൂടുതൽ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിയായിരുന്നു, ഞാൻ മുനാഫിഖായിട്ടാവോ, എനിക്ക് ശരിയായ വിശ്വാസമല്ലാതാവോ എന്ന പേടി സിദ്ദീഖുൽ അക്ബറിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പേടി നമുക്ക് വേണ്ടേ? നാളത്തെ കുറിച്ചുള്ള പേടി നമുക്കത് വേണ്ടേ? അതിനെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കണ്ടേ? ഇന്ന് ഇത്തരം പേടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓന്റെ പേര് മാനസിക രോഗി എന്നായിരിക്കും, അല്ലെങ്കിൽ പിരാന്തൻ എന്നായിരിക്കും. പേടി ഉള്ള ആളെ ഇന്ന് സമൂഹം വിലയിരുത്തുന്നത് മാനസിക രോഗിയായിട്ട്, ഭ്രാന്തനായിട്ടൊക്കെയാണ്. സത്യത്തിൽ ഈ പേടി, ഇവനാണ് ശരിക്ക് ബുദ്ധിയുള്ളവൻ. ശരിക്ക് ബുദ്ധിയുള്ളവൻ ഇവനാണ്. ഉഖലാഉൽ മജാനീൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. സംഗതി കാണുമ്പോ ഭ്രാന്തായിരിക്കും, പക്ഷെ അവരാണ് ശരിയായ ബുദ്ധിമാന്മാർ. ആഖിറത്തിലെ ബുദ്ധിമാന്മാരാണ് അവർ. നമ്മള് ദുന്യാവിലെ ബുദ്ധിമാന്മാരാണ്, ആഖിറത്തിലെ പൊട്ടന്മാരാണ്. അവര് ദുന്യാവിലെ പൊട്ടന്മാരാണ്, ആഖിറത്തിലെ ബുദ്ധിമാന്മാരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവര് പറയുന്നത്, ഇദാ അംസൈത ഫലാ തദ്രി സബാഹ്, വൈകുന്നേരമായാൽ നാളെ നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. പ്രഭാതമായാൽ വൈകുന്നേരമാവുമെന്ന് പ്രതീക്ഷ. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, നിന്റെ ആരോഗ്യത്തിൽ നിന്ന് രോഗത്തിന് വേണ്ടി വല്ലതും നീക്കി വെച്ചോ എന്നാണ്. രോഗം വരുമ്പോ ഇതുപോലെ നിസ്കരിക്കാൻ കഴിയൂല, ഇതുപോലെ മജ്ലിസിൽ വന്നിരിക്കാൻ കഴിയൂല, ഇതുപോലെ സ്വലാത്ത് എല്ലാം പറ്റൂല. അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവുമ്പോ ഈ രോഗകാലത്തേക്ക് വേണ്ടി മാറ്റി വെച്ചോന്ന്. നീക്കിവെപ്പ്, അന്നൊക്കെ ഉപകരിക്കാൻ വേണ്ടി എന്തേലൊക്കെ നീക്കി എടുത്ത് മാറ്റി വെച്ചോ. വമിൻ ഹയാത്തിക ലിമൗതിക, നിന്റെ ജീവിതത്തിൽ നിന്ന് മരണകാലത്തേക്ക്, മരിച്ചതിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി എടുത്തു വെച്ചോ. മരണപ്പെട്ടതിന് ശേഷം ഒരു പരിധിയില്ലാത്ത 1000 2000 പറയാൻ പറ്റാത്ത വർഷങ്ങൾ, പിന്നെയും വർഷങ്ങൾ, കണക്കില്ലാത്ത വർഷങ്ങൾ. ഇതൊക്കെ എങ്ങനെ ജീവിക്കാനാണ്? ഇതെങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒരവധിയില്ല, ലീവില്ല, പരിധിയില്ല. ഇന്ന് തീരും,
ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം തീരും, 10 കൊല്ലം കഴിഞ്ഞാൽ തീരും, അല്ലെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞാൽ തീരും എന്ന് പറയാം. ഇത് എന്ന് തീരാനാണ്? അതുകൊണ്ട് നിന്റെ ആരോഗ്യ സമയത്ത് മരണകാലത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തു വെച്ചോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇങ്ങനെ ചെയ്തു വെച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സമൂഹം കൊടുക്കുന്ന അഡ്രസ് ഭ്രാന്തൻ എന്നായിരിക്കും, അല്ലെങ്കിൽ മാനസിക രോഗി എന്നായിരിക്കും, അല്ലെങ്കിൽ സുഖമില്ലാത്തവൻ എന്നായിരിക്കും സമൂഹം കൊടുക്കുന്ന ടൈറ്റിൽ. ഇവിടെ സമൂഹത്തിന്റെ വിലയിരുത്തലും അഥവാ നമ്മുടെ വിലയിരുത്തലും അള്ളാഹുവിന്റെ വിലയിരുത്തലും എതിരാവുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം മുത്തഖിയായ വലിയ മനുഷ്യനാണ്. നമ്മുടെ അടുക്കൽ അദ്ദേഹം വെറും മട്ടപൂജ്യമാണ്. അള്ളാഹുവിന്റെ വിലയിരുത്തലും നമ്മുടെ വിലയിരുത്തലും ഏറ്റുമുട്ടുകയാണ്. ഇവിടെ വിജയിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല വിലയിരുത്തൽ ലഭിക്കുന്ന ആളുകൾക്കാണ് വിജയമുള്ളത്. നമ്മൾ എന്ത് വിലയിരുത്തുന്നു അത് പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു കുഴപ്പമില്ല. നമ്മൾ ഒരാള് ഫാസിഖാന്ന് പറഞ്ഞാൽ ഓൻ ഫാസിഖാവൂല, ഓൻ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനായിരിക്കാം. നമ്മളൊരാള് മുത്തഖിയാന്ന് പറഞ്ഞാൽ ഓ മുത്തഖിയായിക്കൊള്ളുന്നില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഫാസിഖായിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരു മനുഷ്യന്റെ വിലയിരുത്തൽ അത് വെറും 0 ആണ്. അതിലൊരു കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് അവസ്ഥ അതാണ് പരിഗണനീയം. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു അവരെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുണ്ട്. അവര് യമനിൽ നിന്നാണ് വരിക. യമനിൽ മദീനയിലെ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി യമനിൽ നിന്ന് എപ്പോഴും ആളുകൾ വരാറുണ്ട്. ആ കൂട്ടത്തില് ഉവൈസും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഉവൈസിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മാനെ ഉവൈസ് വല്ലാതെ പരിചരിച്ചിട്ടുണ്ട്. ഉവൈസിന് വെള്ളപ്പാണ്ടുണ്ട്. പക്ഷെ ആ വെള്ളപ്പാണ്ടൊക്കെ ശിഫയായിട്ടുണ്ട്. ഒരിത്തിരി ഭാഗം ഉവൈസിന്റെ കക്ഷത്തിൽ ബാക്കിയുണ്ട് വെള്ളപ്പാണ്ട്. ബാക്കിയൊക്കെ മാറി ശിഫയായിട്ടുണ്ട്. ഇങ്ങനെ ഉവൈസിന്റെ ലക്ഷണങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഉവൈസിനെ പറ്റി പറയുന്നു, ലൗ അഖസമ അലല്ലാഹി ലഅബറ, ഉവൈസെങ്ങാനും അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാ കാര്യം നടപ്പാക്കി കൊടുക്കും. അങ്ങനത്തെ ആളാണ് ഉവൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉവൈസിനോട് പൊരുത്തപ്പെടിക്കാൻ പറ്റുകയാണെങ്കിൽ, ഉവൈസിനോട് ദ്വാർപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോണ്ടി. ഉവൈസിനെ കൊണ്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോണ്ടി എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉമ്മത്തില് ഏറ്റവും ഉത്തമരാരാണ്? സഹാബികള്. ഉവൈസ് സ്വഹാബിയല്ല, റളിയല്ലാഹു അൻഹു താബിഇയാണ്. റസൂലുള്ളാഹിയെ കാണാൻ മഹാനായ ഉവൈസിന് സാധിച്ചിട്ടില്ല. ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, കാണാൻ സാധിച്ചിട്ടില്ല.
അതുകൊണ്ട് സ്വഹാബിയല്ല. പക്ഷേ എന്നിട്ടും സഹാബത്തിനോട് ഉവൈസിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്വം പറഞ്ഞു കൊടുക്കുക മാത്രല്ല, ദ്വാർപ്പിക്കാൻ കൂടി പറഞ്ഞു. സത്യത്തിൽ ഉവൈസിനേക്കാൾ മഹത്വമുള്ള ആളുകളാ സ്വഹാബത്ത്. പക്ഷെ മഹാനായ ഉവൈസിനെ കൊണ്ട് നിങ്ങൾ ദ്വാർപ്പിക്കാൻ സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പഠിക്കണ്ടേ, ചിന്തിക്കണ്ടേ? നമ്മളെ പോലെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് അടിപൊളിയായി നടന്നിരുന്ന ആളല്ല. സുഖമായി ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന ആളല്ല. നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ട് നടന്നിരുന്ന ആളല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. വളരെ മുഷിഞ്ഞ വേഷം, ശരിക്കും പോലെ ഭക്ഷണം കഴിക്കാനില്ലാത്ത, ജനങ്ങൾ ഒഴിവാക്കുന്ന വേസ്റ്റിൽ നിന്ന് കഴുകി വൃത്തിയാക്കി ഭക്ഷണം കഴിക്കുന്ന ഉവൈസ് ഇബ്നു ആമിർ, ജനങ്ങൾ ഒഴിവാക്കിയിടുന്ന കുപ്പത്തൊട്ടിയിൽ പോയി ചെറിയ ശീലക്കഷ്ണങ്ങൾ എടുത്തു വന്ന് തുന്നിക്കൂട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വസ്ത്രം ധരിക്കുന്ന ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ദ്വാർപ്പിച്ചോണ്ടി വലിയ മഹാനാണ്. ഇദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടുകാർ എന്തു പറഞ്ഞു? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഉവൈസിനെ തേടിയിട്ടുണ്ട്. യമനിൽ നിന്ന് ആളുകൾ വരുമ്പോ ചോദിക്കും, നിങ്ങളെ കൂട്ടത്തില് ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അവര് പറയില്ല. പിന്നെ ആ കൂട്ടത്തിൽ ഒരിക്കൽ ഇങ്ങനെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അവസാനം ആളെ പിടുത്തം കിട്ടുന്നത് എങ്ങനെയാണ്? ഉവൈസ് ഇബ്നു ആമിർ തങ്ങളുടെ ഒരു എളാപ്പ ഈ കൂട്ടത്തിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ യമനിൽ നിന്നല്ലേ? യമനിൽ ഉവൈസ് ഇബ്നു ആമിറിനെ അറിയോ? അപ്പോൾ എളാപ്പാന്റെ മനസ്സിലുള്ള ഇപ്പൊ എന്റെ ഉവൈസിനെ പറ്റി ആവൂല. ഉവൈസിന് ആർക്കാ വില ഉള്ളത്? ഉവൈസിന് നാട്ടിൽ എന്ത് വിലയുള്ളത്? ഉവൈസിന് വിലയുള്ളത് ഈ ഉവൈസിന് മദീനയുടെ രാജകുമാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെ അറിയാനാണ്? അത് എന്റെ ഉവൈസിനെ ആവൂലെന്ന് എളാപ്പ വിചാരിച്ചു. എന്നാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ, അല്ല പടച്ചോൻ, ഇതിപ്പോ ഇന്റെ കാരണമല്ല, ഉവൈസിനെ പറ്റി തന്നെയാണല്ലോ എന്നിങ്ങനെ തോന്നിയപ്പോ എളാപ്പ ഇതൊന്നാണ് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ട്, പക്ഷെ നാട്ടിലൊന്നൊരു വില ഇല്ലാത്ത ആളാണ്, സമൂഹത്തിലൊരു വില ഇല്ലാത്ത ആളാണ്. ഇങ്ങനെ ഒരു ഭ്രാന്തുള്ള പോലെ, ശരിക്ക് തിരുമ്പും കുളിയൊന്നുമില്ല, ശരിക്ക് ഭക്ഷണമൊന്നും കഴിക്കൂല, വീട്ടിൽ ആരുമില്ല, വീട്ടില് സാധനങ്ങളൊന്നുമില്ല, ഒരു പൊളിഞ്ഞു വീഴാനായ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിച്ചു പോണ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സംഭവം അത് തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ കാണാൻ പോകുന്ന രംഗമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. മഹാന്മാരായ 2 സ്വഹാബികൾ, സഹാബത്തിന്റെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ആയിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഹാബികളുടെ ഉന്നതരായിരിക്കുന്ന ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട 2 മഹാന്മാർ ഉവൈസിനെ കാണാൻ പോവുകയാണ്. ഉവൈസിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ആ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നോക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നല്ലവൻ എന്ന് പറയാൻ മാത്രമല്ല, വലുപ്പത്തിലല്ല, ഉഷാറാണ് എന്ന് പറയാൻ പറ്റുന്ന വലുപ്പത്തിലല്ല, ഭ്രാന്തൻ എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലാണ്, മാനസിക രോഗി എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലാണ്. അതുകൊണ്ട് ആളുകളുടെ കോലം കണ്ട് മാർക്കിടാൻ നിൽക്കുന്ന പണി നമ്മൾ ചെയ്യരുത്. ഈ മഹാനായ ഉവൈസിന്റെ അടുത്ത് പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ്, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞാൻ കൂഫയിലേക്കാണ്. കൂഫയിലേക്ക്. അതിനു മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ കൊടുന്നേരാ, വസ്ത്രം ഞാൻ കൊടുന്നേരാ, നിങ്ങൾ ഇവിടെ നിൽക്കണം, ഞാൻ ഇപ്പൊ പോയി വരാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉവൈസിന്റെ മറുപടി, വേണ്ട, എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട, ഞാനിവിടെ ആട് നോക്കിയാല് എനിക്ക് ചെറിയ ചില്ലറ കാശ് കിട്ടും, അതന്നെ എന്താ കാട്ടണ്ടെന്ന് അറിയാതെ നടക്കുകയാണ്. നിങ്ങളെ വസ്ത്രം എനിക്ക് വേണ്ട, നിങ്ങളെ കാശും എനിക്ക് വേണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു.
കൂഫയിലേക്ക് ഞാൻ പോവുകയാണ്. ആളെ പിടുത്തം കിട്ടിയാൽ പിന്നെ അവിടെ നിൽക്കൂല. കാരണം പല ആൾക്കാരും വരും, ദ്വാരപ്പിക്കാൻ പറയും, അപ്പൊ തിരക്കാവും. അപ്പൊ ലാസ്റ്റ് ഇവരുടെ ഇബാദത്തുകളൊന്നും നടക്കാതെ ആവും. അതുകൊണ്ട് നാട് വിടാണ്, കൂഫയിലേക്ക് പോവുകയാണ്. എന്നാ കൂഫയിലെ അമീർ എന്റെ ഗവർണറാ, ഞാനൊരു കത്തെഴുതാം. വേണ്ട, എനിക്ക് ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളും ആവശ്യമില്ല, ഞാൻ സാധാരണ ജനങ്ങളെ കൂട്ടത്തില് അങ്ങനെ ജീവിച്ചു പോകാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഉവൈസ് അവിടുന്ന് റളിയല്ലാഹു അൻഹു തടി കഴിച്ചിലാക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നല്ലോനാന്ന് പറയുന്നവന് നല്ലോനായിക്കോണമെന്നില്ല, നമ്മൾ മോശാണെന്ന് പറയുന്നവന് മോശമായിക്കോണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിലയിരുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുന്നത് ഉള്ളു നോക്കിയിട്ടാണ്, നമ്മൾ വിലയിരുത്തുന്നത് പുറം നോക്കിയിട്ടാണ്. ഉള്ളു നോക്കി വിലയിരുത്തുന്നതാണ് അതിന്റെ ശരിയായ രീതി. അപ്പൊ ഈ ഉള്ളു നോക്കി വിലയിരുത്തുന്ന പടച്ച തമ്പുരാന് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളാണ് വിട്ടുകൊടുക്കുക. ആളുകളെ കുറിച്ച് നമ്മൾ വിലയിരുത്തി പറയുന്നത് ഒഴിവാക്കുക. ഈ പാവപ്പെട്ട ദരിദ്ര വേഷം ധരിച്ച് ഇങ്ങനെ അങ്ങാടിയിലൂടെ ഒരു ഭിക്ഷാടകനെ പോലെ തണ്ടി നടക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ബഹുമാനിക്കണം. ആരാണ് ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കള് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും പല നാടുകളിലും അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. അവസാനമായപ്പോ അവരെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി, ഇദ്ദേഹം സാധാരണക്കാരനല്ല. ആളുകളെ തിക്കും തിരക്കുമായി. പിന്നെ അവരവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്. ആളുകളെ കാണുമ്പോൾ അവർ ഓടുകയാണ്, എനിക്ക് ദിക്ർ, നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തരുത്. പട്ടാമ്പിയിലുണ്ട് മഹാനായ ഒരു മനുഷ്യൻ, വലിയ ആലിമായിരുന്നു, ദർസ് നടത്തിയിരുന്ന ആലിമായിരുന്നു. പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് വല്ലാതെ തലയിൽ കയറിയപ്പോ, ആഖിറത്തിനെ കുറിച്ചുള്ള പേടി വല്ലാതെ തലയിൽ കയറിയപ്പോ എല്ലാ പണി നിർത്തി അവിടെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ. ഇബാദത്ത് തന്നെ, നിസ്കാരം തന്നെ, നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക. യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. ഒരായത്ത് 1000 വട്ടമൊക്കെ ആവർത്തിച്ചോതും. ആളുകൾക്ക് പിടുത്തം കിട്ടി കാണാൻ വന്നപ്പോ കാണാൻ വരുന്നവരോടൊന്നും ഒരക്ഷരം ഉണ്ടില്ല. എല്ലാവരോടും കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും, നിങ്ങൾ പോയിക്കോളൂ, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ ജനങ്ങളോട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്ന സാധാരണക്കാരനായ രൂപത്തിൽ നടക്കുന്ന ഒരു വലിയ ആലിം ഇന്നും പട്ടാമ്പിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ എത്രയോ മഹാന്മാർ ഈ ദുന്യാവിലുണ്ട്. അവരുടെ പുറം കണ്ട് നമ്മൾ വിലയിരുത്താതെ അവരുടെ ഉള്ള് അള്ളാഹു അറിയുന്നവനാണ്. അതനുസരിച്ച് നമ്മളും അള്ളാഹുവിനിക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പടച്ചോനിക്ക് വിട്ടുകൊടുക്കുക. ഒരാളെ കുറിച്ചും മോശമായി പറയുന്ന പ്രകൃതവും സ്വഭാവവും നമ്മൾ ഇല്ലാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഇങ്ങനെ ഓതുമ്പോ മാലികി യൗമിദ്ദീൻ എന്നെത്തിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താണ് അതിന്റെ അർത്ഥം? പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യാവിന്റെ ഉടമസ്ഥനല്ലേ? പിന്നെ എന്താ ആഖിറത്തിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറഞ്ഞ്? അള്ളാഹുവിൻ്റെതല്ലേ ഈ ദുന്യാവ്, ആഖിറവും അള്ളാഹുവിൻ്റെതാണ്. പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. നിങ്ങൾ ചെയ്തത് നല്ലതാണെങ്കിൽ തിരിച്ചും നല്ലത് തരും, നിങ്ങൾ ചെയ്തത് മോശമാണെങ്കിൽ തിരിച്ചും മോശമായിരിക്കും. അതാ പ്രതിഫലം. ഈ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ കാരണം, ആ ആഖിറത്തിൽ വേറൊരാൾക്കും ഒരധികാരവും ഇല്ല. ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റൂല. വാപ്പാക്ക് മകന് ചെയ്തു കൊടുക്കാൻ കഴിയൂല, മകന് വാപ്പാക്കും ചെയ്തു കൊടുക്കാൻ കഴിയൂല, അള്ളാഹു സമ്മതിക്കാതെ. മഹാന്മാരായ അമ്പിയാക്കൾക്ക് ശഫാഅത്തുണ്ട്, ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും ഒക്കെ ശഫാഅത്ത് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. അള്ളാഹുവിന്റെ സമ്മതം വേണം, സമ്മതം കിട്ടണം. നമ്മളെ നാട്ടില് ദുന്യാവ് അള്ളാഹുവിൻ്റെതാണെങ്കിലും തൽക്കാലം അതിന്റെ പരിപാടികൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സമ്പത്ത് കുറെ ആൾക്കാരെ ഏൽപ്പിച്ചു, സ്ഥലം നോക്കണം, ആ ബിൽഡിംഗ് നോക്കണം. അതുകൊണ്ടാണല്ലോ നമുക്ക് തൊഴിലും വരുമാനമൊക്കെ ഉള്ളത്. ഓരോന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പള്ളി നടത്താനും മദ്രസ നടത്താനും ദർസ് നടത്താനും കന്നുകാലികളെ നോക്കാനും ഒക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് പഠിച്ചോൻ. ആഖിറത്തിൽ അങ്ങനെ ഒന്നുമില്ല. പരിപൂർണമായ അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. സമ്മതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ മാലിക് യൗമിദ്ദീൻ ഓതുമ്പോ
ശരിക്കും നമ്മൾ പേടിക്കണം. നരകത്തെക്കുറിച്ച് അവിടെ ചിന്തിക്കണം, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും സ്വർഗത്തിലുള്ള സൗകര്യങ്ങളും അവിടെയുള്ള നിഅമത്തുകളും പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പരിശുദ്ധമായ ഖുർആനിൽ പലപ്പോഴും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഫുള്ളായി പറയാൻ കഴിയില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം, നമുക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയുന്നതിനപ്പുറം അത്രയും വലിയ സങ്കല്പങ്ങളാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം. അതാണ് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. നരകമാണെങ്കിലോ നരകവും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് വിചാരിക്കുന്നതിലപ്പുറം, സഹിക്കാൻ പറ്റുന്നതിലപ്പുറം പ്രയാസമാണ് നരകത്തിന്റെ പ്രയാസം. ഒരു ഹദീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ദുനിയാവിൽ സുഖത്തിൽ ജീവിച്ച ചില ആളുകൾ, നരകാവകാശികൾ കൂടെ ആയിട്ടുള്ളവർ, നരകാവകാശിയാണ് ദുനിയാവിൽ ഏറ്റവും സുഖത്തിൽ, പരമസുഖത്തിൽ ജീവിച്ച ആൾ. നരകാവകാശികളിൽപ്പെട്ട ആളുമാണ് ദുനിയാവേ സുഖത്തിൽ ജീവിച്ച ആള്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖങ്ങളും എന്താണോ വിചാരിക്കുന്നത് അതാണ് നടക്കും, അതിനവനക്ക് കഴിയും. ഇങ്ങനെ സുഖത്തിൽ ജീവിച്ച ആള് അതാ അവനെ ഖിയാമത്ത് നാളിൽ കൊടുന്നിട്ട് നരകത്തില് ഒന്ന് മുക്കിയെടുക്കുകയാണ്. നമ്മള് പപ്പടം ഇങ്ങനെ ആ തീയത്തേക്ക് ഒന്ന് കാട്ടിയിട്ട് എടുക്കണ പോലെ നരകത്തേക്ക് ഒന്ന് മുക്കിയെടുക്കുകയാണ്. ഈ മുക്കിയെടുത്തതിന് ശേഷം സുമ്മ യുഖാലു യബ്ന ആദം, പിന്നെ അവനോട് ചോദിക്കേണ്ട, മനുഷ്യ ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, നിനക്ക് ജീവിതത്തില് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലേ, ഒരു സുഖം ഉണ്ടായിട്ടില്ലേ, ഒരു നല്ലതും അനക്ക് കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഹൽ മറ ബിക നഈമുൻ ഖത്തു, നിനക്ക് ഒരു അനുഗ്രഹവും ഒരു സുഖവും ഒരു അനുഭൂതി ഒരു ആനന്ദവും ദുനിയാവിൽ ഉണ്ടായിട്ടില്ലേ, ഉണ്ടായിക്കണോ എന്ന് ചോദിക്കുന്നു. വല്ലതും ഉണ്ടായിക്കണോ, എന്തേലും ഒരു സുഖം എനിക്ക് ദുനിയാവിൽ ഉണ്ടായിക്കണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അവൻ പറയുന്നത്, ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല പടച്ചോനെ, സത്യം പടച്ച തമ്പുരാനെ തന്നെ സത്യം, എനിക്ക് ദുനിയാവിൽ ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും സുഖത്തിൽ ജീവിച്ചാൽ എന്തിങ്ങനെ പറഞ്ഞു, ആ നരകത്തിലാണ് മുക്കിയെടുത്തോടുകൂടെ അതിന്റെ ചൂടണ് തട്ടിയപ്പോ മുഴുവൻ പോയി. അതിലേക്ക് ചേർത്തി നോക്കിയാല് ദുന്യാവിൽ ആസ്വദിച്ചിനൊന്നും സുഖം എന്ന് പറഞ്ഞൂടാ. ദുന്യാവിലും സുഖിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു സുഖമായിട്ട് എനിക്ക് തോന്നണില്ല, മുഴുവൻ മറന്നുപോയി. ഈ നരകത്തിലാണ് മുക്കിയപ്പോ, ആ ചൂട് കൊണ്ടപ്പോ ഒരു സുഖവും ഓർമ്മയിലില്ല, മുഴുവൻ മറന്നുപോയി. അതുപോലെ തന്നെ മറ്റൊരാളെ കൊണ്ടുവരുന്നു, അയാള് സ്വർഗാവകാശിയാണ്, ജീവിതം വളരെ മോശം, പട്ടിണി കടന്നിട്ടുണ്ട്, ശരിക്കും പോലെ വസ്ത്രമില്ലാതെ കുളത്തിൽ ഇറങ്ങി നിന്ന് ഉള്ള വസ്ത്രം കഴുകി ഉണങ്ങോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടുണ്ട്, വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. പലപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നിട്ടുണ്ട്, ഗതികേടുണ്ട്. ഇങ്ങനെ രോഗം പിടിച്ച് പലപ്പോഴും ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട്, നോക്കാൻ ആളില്ലാതായിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കാത്ത, ആരും ഒരു വിലയും കൊടുക്കാത്ത, ദുന്യാവിൽ കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചൊരു മനുഷ്യൻ സ്വർഗാവകാശിയാണ്. ഓനതാ യൗമുൽ ഖിയാമയിൽ കൊണ്ടുവന്ന് ഓനോട് ചോദിക്കുന്നു. ഓനെ പിടിച്ചിട്ട് സ്വർഗത്തിൽ ഒന്നിട്ട് കാണിച്ച് അതിലൊന്നിട്ട് മുക്കിയെടുത്തപ്പോ അവനോട് ചോദിക്കണ്ട്, ദുന്യാവിൽ എന്തേലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്, ഒന്നും ഉണ്ടായിട്ടില്ല പഠിച്ചോനെ, എല്ലാം മറന്നുപോയി. സ്വർഗത്തിന്റെ സുഖം കണ്ടപ്പോൾ ദുന്യാവിൽ എനിക്ക് എന്ത് പ്രയാസം, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ട് നരകം സ്വർഗം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതിലപ്പുറാണ്, നിർവചിക്കാൻ പറ്റുന്നതിലപ്പുറാണ്. അത് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ എന്ന് പറയുമ്പോ, ഈ നരകവും സ്വർഗമാണ് നമുക്ക് ആ സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ ഓതി വരുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത്. ഈ നരകവും സ്വർഗവും എത്ര പറഞ്ഞാലും തീരാൻ പറ്റാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിലപ്പുറാണ്. നരകാണെങ്കിലും സ്വർഗാണെങ്കിലും
ഇതിനൊക്കെ വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും നമ്മളൊക്കെ വേണ്ടതുപോലെ പരിശ്രമിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും നമ്മൾ ശ്രമിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, നിസ്കാരത്തെ സംബന്ധിച്ചും ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുഴുവൻ അലാ ഉഖ്ബിറുക ബിമിലാഖി ദാലിക കുല്ലി, ഇതിന്റെ മുഴുവൻ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയെ പറഞ്ഞു തരൂ. കുഫ അലൈക ഹാദാ, ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാവുമ പിടിച്ചുകൊണ്ട് പറയുന്നു, കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ പിടിച്ചു വെച്ചോ. നിസ്കാരം, ജിഹാദ്, വലിയ വലിയ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയണം, ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഇത് ചെയ്തതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ, അതാണല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പൊളിഞ്ഞു പോകാതെ ശരിക്കും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കുഫ അലൈക ഹാദാ, നാവിനെ സൂക്ഷിച്ചു. അവിടുന്ന് ചോദിക്കുന്നുണ്ട് സഹാബത്ത്, നബിയെ വർത്താനം പറഞ്ഞാലും പ്രശ്നമാവോ? ആഖിറത്തിൽ പ്രശ്നമാവോ? വർത്താനം പറഞ്ഞാലും പ്രശ്നമാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലേക്ക് മനുഷ്യനെ മുഖം കുത്തി വീഴ്ത്തുന്ന കാര്യം ഈ നാവ് കൊണ്ട് അവരുണ്ടാക്കിയ കെണികളല്ലാതെ പിന്നെ മറ്റെന്താണ്? ഇന്ന് നമ്മൾ തീരെ നിയന്ത്രണമില്ലാത്ത സാധനം നാവ്. നാവ് കൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് കയ്യും കണക്കില്ല. ഇതൊക്കെ ആ മനുഷ്യനെ നമ്മൾ ഹിദ്മത്ത് ചെയ്യാണ്, ആ മനുഷ്യനെ സ്വർഗത്ത് കയറ്റി വിടുന്ന പണിയാണ് നമ്മൾ നരകത്തു. ആരെയാണോ പറയണത് ചെയ്ത മുഴുവൻ അവനക്ക് കൊടുത്ത് അവനെ സ്വർഗത്ത് കയറ്റുകയാണ്. സത്യത്തിൽ അപ്പം നമുക്ക് അവനോട് സ്നേഹമാണുള്ളത്, വെറുപ്പുണ്ടായത് കൊണ്ടാണ് പറയണത്. സത്യത്തിൽ സ്നേഹമുള്ളത്, കാരണം അവനെ സ്വർഗത്തിൽ എത്തിക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ നരകത്തിലേക്ക് ഇജ്ജ് പോയിക്കടാ ഞാൻ ഇവിടെ കടന്നോളാം എന്ന് പറഞ്ഞ് നമ്മൾ നരകത്ത് കടന്ന് ഓനെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കുകയാണ്. മൊബൈൽ ഫോണ് ഇന്ന് ഇതിന് ഏറ്റവും വലിയ സൗകര്യം. എല്ലാ തമ്മാടിത്തരത്തിനും പണ്ട് ഇങ്ങനെ അടുത്ത് ബന്ധപ്പെടാൻ പറ്റാത്ത കാലത്ത് പല തെറ്റുകൾക്കും സാധ്യമായിരുന്നില്ല. ഇന്ന് അതൊക്കെ സൗകര്യമായി. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാനും വളരെ സൗകര്യം. നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയല്ലാതെ ചെയ്യലുണ്ടാവില്ല. ചെയ്യൽ മറ്റേതാവും. വേണ്ടാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഒപ്പം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണ് ഇന്ന് നമ്മളൊരു കുട്ടി പരീക്ഷയ്ക്ക് ജയിച്ചാവും എനിക്ക് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ആ കുട്ടി അതിൽ എന്തെല്ലാം ചെയ്യുന്നു, എന്തിനെല്ലാം അത് ഉപയോഗിക്കുന്നു, അവസാനം എന്ത് സംഭവിക്കുന്നു? സ്വന്തം മാതാപിതാക്കളെ കുത്താനുള്ള കത്തി കയ്യിൽ കൊടുക്കലാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നേക്കാൾ നല്ലത്. ഈ മൊബൈൽ ഫോൺ കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ സാധിക്കും? ഏറ്റവും ചുരുങ്ങിയത് പറയട്ടെ, നിരീശ്വരവാദം ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് മൊബൈൽ ഫോൺ കൊണ്ടാണ്. പിഴച്ച അന്ധവിശ്വാസങ്ങൾ, ഏതെങ്കിലും നാട്ടില് ഏതെങ്കിലും തെങ്ങിന്റെ ചോട്ടിലുണ്ടായിരുന്ന കുറെ പിഴച്ച വിശ്വാസങ്ങൾ മുഴുവൻ റോട്ടുമ്മക്ക് ഇറങ്ങി നമ്മൾ അടുക്കളയ്ക്കും പെരയിൽ കൂടി ഒക്കെ എത്തിയത് മൊബൈൽ ഫോണുണ്ട്. ഗീബത്തും നമീമത്തും മൊബൈൽ ഫോണുണ്ട്. പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിൽ ഒരു ദിവസം വരുന്ന മെസ്സേജ് ഒന്ന് എടുത്തു നോക്ക്. എത്ര ഗീബത്താണ് വരുന്നത്. കുടുംബ ഗ്രൂപ്പുകളായാലും മറ്റ് എന്ത് ഗ്രൂപ്പായാലും കാര്യമായിട്ട് ഗീബത്തും നമീമത്തുമാണ്. വായിക്കുന്നതും തെറ്റാണ്, കേൾക്കുന്നതും തെറ്റാണ്, പറയുന്നതും തെറ്റാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ മൊബൈൽ ഫോൺ വഴി വളരെ എളുപ്പത്തിൽ തെറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. പണ്ടൊരു ഗീബത്ത് പറയണമെങ്കിൽ റോട്ടുമ്മക്ക് ഇറങ്ങണം. പണ്ടൊക്കെ ഉസ്താദുമാര് വയല് പറയല് റോട്ടുമ്മ കൊലായ്മ, ഈ പീഡിയ കൊലായ്മ ഇരിക്കണ സംബന്ധിച്ചും ഓവുകാലത്തും ഇരിക്കണ സംബന്ധിച്ചു. ഇന്ന് പീഡിയ കൊലായി ഇല്ല, അവിടെ ബെഞ്ചും ഇല്ല, ഓവുകാലം ഇല്ല. എല്ലാം കട്ടുമ്മ കടന്ന് ബെഡിൽ ഇങ്ങനെ കടന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാ തിന്മകളും നമ്മളെ കീശയിലേക്ക് വന്ന് ചാടിയിരിക്കുകയാണ്. ഈ സാധനം നല്ലതിന് ഉപയോഗിക്കാം എന്നുള്ളത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ ആരാണ് അതങ്ങനെ ഉപയോഗിക്കലുള്ളത്, എത്രത്തോളം ഉപയോഗിക്കലുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നന്മ എന്നോ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ തിന്മക്ക് വേണ്ടി നമ്മൾ അതിനെ തന്നെ ഉപയോഗിക്കുന്നു.
മൊബൈൽ ഫോൺ ഉപയോഗിച്ച് 80% വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 20% മാത്രമായിരിക്കും നല്ലതിന് ഉപയോഗിക്കുന്നത്. വേണ്ടതിലും വേണ്ടാത്തതിലൊക്കെ ഇടപെടുക എന്ന് പറയുന്നതും ദീനുൽ ഇസ്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അപ്പോൾ നാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, മറ്റുള്ളവന്റെ കുറ്റവും കുറവും അനിഷ്ടകരമായ കാര്യങ്ങൾ പറയുക, എഴുതുക, പ്രചരിപ്പിക്കുക, കാണുക, വായിക്കുക, കേൾക്കുക, ഇതൊക്കെ വല്ലാതെ കൂടിയ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന നമ്മളിതും ശ്രദ്ധിക്കൂല, അങ്ങനെ വരുന്നത് വായിക്കണതാണ്. ഇതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ സമീപിക്കേണ്ട വിഷയങ്ങളാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ നല്ലതുപോലെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. മക്കൾ വളർത്തുന്നതിൽ ഇപ്പോ കുട്ടികൾ പള്ളിയിലേക്ക് വരുന്നത് വളരെ കുറവാണ്. രക്ഷിതാക്കളുടെ കൂടെ പള്ളിയിൽ വന്ന് പഠിച്ചവരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ മക്കള് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നില്ല. നമ്മൾ കൊണ്ടുവരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കിട്ടണില്ല എന്നും വേണമെങ്കിൽ പറയാം. കിട്ടാത്തത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. മക്കളെ നിസ്കാരവും പള്ളിയായിട്ട് നമ്മളാണല്ലോ ഇത് അടുപ്പിക്കേണ്ടത്. ആ സമയത്ത് നമ്മളത് ചെയ്യാതിരുന്നാൽ പിന്നീട് നമ്മൾക്ക് തന്നെയല്ലേ അതിന്റെ നഷ്ടം. ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് പോണതിന് മുമ്പ് ഉപ്പാന്റെ ഖബർ വന്ന് സിയാറത്ത് ചെയ്തിട്ടാണ് ഓൻ പോവുക. അധിക ദിവസം കാണാറുണ്ട് ഉപ്പാന്റെ ഖബറിങ് വന്ന് സിയാറത്ത് കഴിഞ്ഞിട്ടാണ് അവൻ ജോലിക്ക് പോവുക. അങ്ങനെ നല്ല മക്കളാണ് നമുക്കൊക്കെ ആവശ്യം. നമ്മള് ദുനിയാവില് സുഖമായി ജീവിക്കാൻ വേണ്ടി ഒരു മകനെ പ്രയാസപ്പെട്ട് വളർത്തേണ്ട കാര്യമില്ല. ദുനിയാവില് നല്ല അന്തസ്സുണ്ടാവാൻ വേണ്ടി എൻ്റെ മോന് അതാണ് ഇതാണെന്ന് പറയാൻ വേണ്ടി, അല്ലെ ഓനക്ക് ഒരുപാട് ശമ്പളം കിട്ടുമ്പോൾ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടൊരു മോനെ വളർത്തിയിട്ട് കാര്യമില്ല. ഇത് ആഖിറത്തിൽ കൂടി ഉപകരിക്കുന്നതായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SLC റിസൾട്ട് വരുന്നതിന് മുമ്പ് വരാൻ സാധ്യതയുള്ള സാധനമാണ് മരണം. +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് വരാൻ സാധ്യതയുള്ള സാധനമാണ് മരണം. അപ്പോ അതിനും കൂടി പറ്റുന്ന രീതിയിൽ മക്കളെ വളർത്താണെങ്കിൽ അതൊന്നും കൂടി നന്നാവും. ഇപ്പോ ഈ നമ്മളെ അടുത്ത പ്രദേശത്ത് 8ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി അടുത്ത വർഷം നമ്മളെ ദർസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ക്യാൻസറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്തുണ്ട്, അല്ലാഹു ശിഫ നൽകട്ടെ. നേരത്തെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് വയറ്റിനൊരു വേദന വന്ന് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. ഇനി ഒന്നും ചെയ്യാൻ കഴിയൂല. മുടിയൊക്കെ കൊഴിഞ്ഞ്, പെരുന്നാക്ക് നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിച്ചപ്പോ ആ കുട്ടിയും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. വെറും സാധാരണ ചോറിന്റെ ടേസ്റ്റ് മാത്രമായിരിക്കും ആ കുട്ടിക്ക് ബിരിയാണിയും പോത്തിറച്ചിയും തിന്നപ്പോൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ഇതോടുകൂടെ ഇവിടുന്ന് പോകാനായി. ഇത്രേ ഈ ജീവിതമേ ഉള്ളൂ. ഇതിനു വേണ്ടി എന്തിനാണ് ദീന് നഷ്ടപ്പെടുത്തി മക്കളെ പഠിപ്പിക്കുന്നത്? കുട്ടികൾക്ക് പഠിക്കാണ്ട് അതുകൊണ്ട് പള്ളി വേണ്ട, കുട്ടികൾക്ക് പഠിക്കാണ്ട് അതുകൊണ്ട് മദ്രസ വേണ്ട, കുട്ടികൾക്ക് എഴുതാനുണ്ട് അതുകൊണ്ട് ജമാഅത്ത് വേണ്ട. ഈ രീതിയിൽ എന്തിനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് കാര്യം? ഇതിന്റെ സുഖം ദുന്യാവിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആഖിറത്തിൽ ഏതായാലും ഇല്ല. ദുന്യാവിലും ഇതുകൊണ്ട് സുഖിക്കാൻ പറ്റും എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പേപ്പർ വായിക്കാറില്ലേ? അതിൽ കാണുന്നതും കേൾക്കുന്നതുമായ സംഭവങ്ങൾ എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നത്? ധാർമ്മിക ബോധമില്ലാതെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഇവിടുന്ന് തന്നെ കുടുങ്ങിപ്പോവും, ഇവിടുന്ന് പ്രയാസപ്പെടേണ്ടി വരും, ആ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. ഇത് നമ്മൾ ഡെയിലി പേപ്പറിൽ കാണുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ഉണർന്ന് ചിന്തിക്കാത്തത്? കുട്ടികളുടെ മതവിദ്യാഭ്യാസത്തിൽ എന്താണ് ശ്രദ്ധയില്ല? ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ എന്താണ് ശ്രദ്ധയില്ലാത്തത്? കുട്ടികൾക്ക് പള്ളിയും, കുട്ടികളെ തമീസെത്താത്ത വകതിരിവില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചെല്ലാം പറയണത്, അത് പള്ളിക്ക് കൊടുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിസ്കാരം ഫസാദാവും, അത് ചെയ്യാൻ പാടില്ല. മുതിർന്ന കുറച്ചൊക്കെ ഒരു തൻ്റെ ഇടമുള്ള കുട്ടികളെ സംബന്ധിച്ച് നിസ്കാരത്തെ കുറിച്ചൊക്കെ പഠിച്ച കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്യണ്ടേ? പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ച്
അവർക്ക് ചെറുപ്പത്തിലെ നല്ല നല്ല ശീലങ്ങൾ വളർന്നു വരേണ്ടതല്ലേ? ആ രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, മക്കളെ നല്ലതുപോലെ വളർത്തുകയും ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടായിരിക്കുകയും ചെയ്യൽ നമുക്കൊക്കെ വലിയ അനിവാര്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ മക്കളെയും അല്ലാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുറ്റങ്ങളൊന്നുമില്ലാതെ നന്മയുടെ ഭാഗത്തേക്ക് മാത്രം ഉപയോഗിക്കാനും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായി വിട്ടു നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസിന്റെ മിസ്ൽ സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. പ്രയാസം അവരുടെ ആരുടെയെങ്കിലും ഖബറിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ത്രീകൾ വിശുദ്ധ ഖുർആൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരു ദിവസം അസറിന് ശേഷം വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കുന്ന ഒരു മജ്ലിസ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ചില സ്ത്രീകൾ മറ്റുള്ള ചില ഭാഗത്തുകൂടി അത് വേണമെന്ന് പറഞ്ഞ് അവിടെയും ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ച അസറിന് ശേഷം ഉമ്മമാരൊക്കെ ആ ക്ലാസ്സിലൊക്കെ ഒന്ന് പങ്കെടുത്ത് വിശുദ്ധമായ ഖുർആൻ ശരിയാം വണ്ണം ഓതാൻ പഠിച്ച് നിസ്കാരങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രീതിയിലാക്കി മാറ്റാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. മുതഅല്ലിമീങ്ങൾ അവർക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, പോരാത്തതിന് അവരെ താഴെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. ആ ഒക്കെ തിരക്കിൻ്റെ ഇടയിലാണ് ഉമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ അവർ നിങ്ങളെ വീട്ടിലേക്ക് വന്ന് ക്ലാസ് എടുത്തു തരുന്നത്. ഈ അവസരം ഒക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ശരീഅത്ത് മരണം വരെ പഠിച്ചുകൊണ്ടിരുന്ന് നല്ല രീതിയിൽ അതൊക്കെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് പകർത്തി അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى حضرات أصحابه البدريين والأحديين وسائر الصحابة والقرابة كلهم أجمعين. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ പരിശുദ്ധ മജ്ലിസ് ഖബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ പാരായണം ചെയ്തതും ഒക്കെ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിലേക്ക് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ കടന്നു വന്നതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ അല്ലാഹ് നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വഅത്തിലായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസിലുള്ള എല്ലാ രോഗികൾക്കും പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ഊരവേദനയുള്ളവർ, കാൽമുട്ടുവേദനയുള്ളവർ, മറ്റു ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അതൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പരിശുദ്ധ മജ്ലിസിൽ വെച്ച് ചൊല്ലിയതായ പരിശുദ്ധ ബദരീങ്ങളുടെ പേരിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങൾ അസ്ഹാബിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. രോഗങ്ങൾ നൽകുന്നവൻ നീയാണല്ലോ റഹ്മാനെ.
രോഗങ്ങൾക്ക് ശിഫാ നൽകുന്നവനും നീയാണല്ലോ റഹ്മാനെ. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ദിനേന കയറി ഇറങ്ങുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്കൊക്കെ പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ. ആയുസ് നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്ത് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലത്തെ കീറി മുറിക്കേണ്ട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കാലമിത്രയും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് ദോഷങ്ങൾ ചെയ്ത പാപികളാണ്, ദോഷികളാണ് റഹ്മാനെ. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരുപാട് റഹ്മത്ത് നീ ചെയ്തു തന്നിട്ടും നന്ദി കേടുള്ള അടിമകളാണല്ലോ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാ ഖൈറും നൽകണേ റഹ്മാനെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാഫാക്കണേ റഹ്മാനെ. ശേഷിക്കുന്ന കാലത്ത് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഭാര്യ സന്താനങ്ങൾ, മക്കൾ, വീടുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പെറ്റുപോറ്റുന്ന സമയത്ത് അവരുടെ ഇബാദത്തുകളിൽ വന്ന പോരായ്മകൾ ഞങ്ങൾ ചെയ്യുന്ന സാലിഹായ അമലുകളുടെ കാരണം കൊണ്ട് നീ പരിഹരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്തിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മറ്റു പള്ളികളുടെ ചുറ്റുഭാഗത്ത് മറവട്ട് കിടക്കുന്ന മുഅ്മിനാത്തുകളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സന്തോഷമുള്ള, ആശ്വാസമുള്ള, കുളിരുള്ള, തണുപ്പുള്ള ഖബർ നൽകണേ അല്ലാഹ്. ഭയാനകരമായ ഖബറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിന്റെ നൂറാനിയത്ത് നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന ഖബറാക്കണേ റഹ്മാനെ. നരക അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നരക അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഖബർ അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളുടെ ഖബർ നൽകണേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമുള്ള ഖബർ നൽകണേ റഹ്മാനെ. ആശ്വാസമുള്ള ഖബർ നൽകണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന ഖബറാക്കണേ റഹ്മാനെ. ആരാരുമില്ലാത്ത സമയത്ത്, മഹ്ശറ വൻസഭയിലെ ചൂടേറ്റുമയത്ത്, വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഹബീബ് മുഖം തിരിക്കുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഹബീബിനോട് കൂടെ, സ്വാലിഹീങ്ങളോട് കൂടെ, മശായിഖന്മാരോട് കൂടെ, മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളോട് കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളോട് കൂടെ ഒരുമിപ്പിക്കണേ റഹ്മാനെ. സുഖലോക സ്വർഗം നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗം ഔദാര്യമായി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. രോഗികൾക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമറിനെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ട്, ലക്ഷങ്ങൾ മുടക്കിയാലും മാറാത്ത മാറാവ്യാധികളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇന്ന് വരെ നീ ഞങ്ങൾക്ക് ഒരുപാട് റഹ്മത്തുകൾ ചെയ്ത്, പെറ്റത് മുതൽ ഹോസ്പിറ്റലിന്റെ വരാന്തകൾ കയറി ഉറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ റഹ്മാനെ. അവർക്കൊക്കെ ആശ്വാസം നൽകണേ അല്ലാഹ്. ആശ്വാസം നൽകണേ റഹ്മാനെ.
ഞങ്ങളുടെ നാട്ടിലെ ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അതിനെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാര്, വസ്ത്രം നൽകുന്നവരെ നീ കബൂലാക്കണേ റഹ്മാനെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുള്ള നാടാണല്ലോ റഹ്മാനെ. ഒരുപാട് ഔലിയാക്കൾ ദീനീ സേവനം ചെയ്ത നേതൃത്വം നൽകിയ നാടാണല്ലോ റഹ്മാനെ. ഞങ്ങളുടെ നാടിൻ്റെ ദറജ ഉയർത്തണേ റഹ്മാനെ. ദീനിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഈമാനുള്ള ആളുകളാക്കണേ റഹ്മാനെ. ഈമാനോടുകൂടെ മരിപ്പിക്കണേ റഹ്മാനെ. ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരെ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ റഹ്മത്ത്, നിന്റെ മഗ്ഫിറത്ത് കാംക്ഷിച്ചുകൊണ്ട് ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായി വീട് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായി വീട് നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണത്തുണ നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوبا وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.